നമ്മൾ ഈ ലോകത്തിൻ്റെ രാജാവാണ് അമേരിക്ക എന്ന് പറയും. അമേരിക്ക അറിയാതെ ഒരു ഈച്ച പോലും ലോകത്തൊരിടത്തും പറക്കില്ല, ഉറുമ്പ് അനങ്ങില്ല എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അമേരിക്ക അവരുടെ ചാര കണ്ണുകൾ കൊണ്ട് സാറ്റലൈറ്റും ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഏജൻറ്റും CIA പോലെയുള്ള രഹസ്യാന്വേഷണ ഇവരെയൊക്കെ ഏജൻസികളെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പൊതുവെയുള്ള ധാരണ. പക്ഷേ അമേരിക്കയുടെ മൂക്കിന് കീഴെ താമസിച്ച് അമേരിക്കയുടെ ഭരണത്തിൽ വലിയ പങ്ക് വഹിച്ച് ഒരു സുന്ദരി അമേരിക്കയുടെ തന്ത്രപ്രധാനമായ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടുപോയി എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. ലിൻഡ സൺ എന്നാണ് ഈ ചൈനയുടെ ചാരവനിതയുടെ പേര്. ചൈനീസ് അവര് ചൈനയിൽ ജനിച്ചവരാണ്, പക്ഷെ ഇപ്പോൾ അമേരിക്കൻ സിറ്റിസൺ ആണ്. 14 കൊല്ലമായിട്ട് അവർ 2 ന്യൂയോർക്ക് ഗവർണർമാരുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്നു. കാത്തി ഹോച്ചൽ ആദ്യത്തെ ഗവർണർ, പിന്നത്തെ ഗവർണർ ആൻഡ്രൂ കുവോമി. ഇവർ രണ്ടുപേരെ നിയന്ത്രിച്ചിരുന്നത്, ഈ ഗവർണർമാരെ നിയന്ത്രിച്ചിരുന്നത് ലിൻഡ സൺ ആണ് എന്നാണ്. ഇപ്പോൾ ലിൻഡ സൺ ഒരു തരംഗമാണ് ഈ അമേരിക്കൻ മാധ്യമങ്ങളിലൊക്കെ, വലിയ ഹരം ആണ്. അവരും ഭർത്താവ് ക്രിസ് ഹു എന്ന് പറയുന്ന അയാളും ചൈനക്കാരൻ തന്നെ. ഇവർക്ക് വലിയ ബംഗ്ലാവുകൾ, ആഡംബര വാഹനങ്ങൾ ഒക്കെ ചൈന പ്രത്യുപകാരമായിട്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇവർ 41 വയസ്സാണ് ലിൻഡ സണ്ണിന്. ഇപ്പോൾ തായ്വാനിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇവർ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്നു ഈ ന്യൂയോർക്ക് ഗവർണർ ഓഫീസിൽ. ഇവിടുന്നുള്ള രേഖകളൊക്കെ ചൈനയ്ക്ക് ഈ ഗവർണറുടെ ഓഫീസിൽ നിന്നുള്ള സകല വിവരങ്ങളും രേഖകളായിട്ട് തന്നെ അങ്ങോട്ട് കൈമാറിക്കൊണ്ടിരുന്നു. ഈ ലിൻഡയ്ക്കും ഭർത്താവ് ക്രിസ്റ്റഫർ ഹൂവിനും വലിയ തുകകൾ, മില്യൺസ് ചൈനയിൽ നിന്ന് കോഴ കൊടുത്തിരുന്നു. $4.1 മില്യൺ വിലയുള്ള വീട് ന്യൂയോർക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേക സാധനങ്ങൾ വീട്ടിലേക്ക് സമ്മാനമൊക്കെ ആയിട്ട് കൊടുത്തിരുന്നു. അതിൽ പെട്ടൊന്നാണ് ഈ നാൻജിങ് എന്ന് പറഞ്ഞതൊരു പ്രവിശ്യയാണ് ചൈനയിൽ. ഇപ്പം നമ്മൾ ആന്ധ്ര സ്റ്റൈൽ കോഴി, മറ്റ് പലതരം കോഴി, ദം ബിരിയാണി എന്നൊക്കെ പറയുന്ന പോലെ നാൻജിങ് സ്റ്റൈൽ അവിടെ വെക്കുന്ന പോലത്തെ ഉപ്പിട്ട താറാവ് എന്ന് പറയുന്നത്, സോൾട്ടഡ് ഡക്ക് എന്ന് പറഞ്ഞത്, അത് ഇവിടെയും കൊടുത്തയച്ചിരുന്നു. മാതാപിതാക്കൾക്ക് ചൈനയിൽ 16 തവണ വീട്ടിലേക്ക് ഈ താറാവിനെ എത്തിച്ചതായിട്ട്. അത്ര പ്രശസ്തമാണ് അല്ലേ? അതെ, വിവരമുണ്ട്. എന്ന് പറഞ്ഞാൽ കാഴ്ചക്കൊലയൊക്കെ കൊടുക്കുമായിരുന്നല്ലോ പണ്ട് രാജാക്കന്മാർക്കൊക്കെ. തൃപ്തി വരുന്ന സാധനങ്ങൾ കൊടുക്കണമല്ലോ ഏറ്റവും. ഇപ്പോൾ മോദിക്ക് പിണറായി വിജയൻ കൊണ്ടുപോയി പത്മനാഭന്റെ ആണ് വിഗ്രഹം കൊടുക്കുക. അപ്പോൾ മോദിക്ക് ഇഷ്ടപ്പെടുന്നത് എന്ത് എന്നാണല്ലോ നോക്കുന്നത്. അദ്ദേഹത്തിന് കേസുകളൊക്കെ ഉള്ളതുകൊണ്ടേ. അപ്പം അങ്ങനെ ഉപ്പിട്ട താറാവിനെ ഇവർക്ക് 2.1. ഞാൻ ഇടയ്ക്ക് ഇദ്ദേഹത്തിന് കേസുകൾ ഉള്ളത് കൊണ്ടെന്ന് പറഞ്ഞത് ഇങ്ങനെ ഞാനൊന്ന് ആലോചിച്ചിട്ട് ഞാൻ ആ വഴിക്കൊന്ന് പോയതാണ്, അതാ ചിരിച്ചത്. ആ വഴിക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിന്നസ് ബുക്കിൽ വരാൻ പോവുകയാണ് ഏറ്റവും കൂടുതൽ തവണ മാറ്റിവെച്ച കേസ് എന്ന് പറഞ്ഞിട്ട്. ലാവ്ലിൻ കേസ് അറിഞ്ഞില്ലായിരുന്നു. പത്മനാഭന്റെ വിലാസമാണോ ഇങ്ങനെ? $2.1 ബില്യൺ കടൽ കാണാവുന്ന ഒരു അപ്പാർട്ട്മെന്റ് ഹവായിലെ ഹോണോലുലുവിൽ കൊടുത്തിട്ടുണ്ട്. വാങ്ങിച്ചു കൊടുത്തു ചൈന. ആഡംബര വാഹനങ്ങളിൽ ഇപ്പോൾ കൊടുത്തത് 2024 മോഡൽ തന്നെ ഏറ്റവും പുതിയത് ഫെറാറി കൊടുത്തു. ഫെറാറി റോമ സ്പോർട്സ് കാർ. ചൈന കൊടുത്തു എന്ന് പറയാനൊന്നും പറ്റില്ല, ചൈനക്ക് കൊടുക്കാൻ പറ്റില്ല. പൈസ കൊടുത്തിട്ടുണ്ട്, വാങ്ങിച്ചാലും മതിയായിരിക്കും. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഈ ചൈനയുടെ, അതായത് ഇവിടെ അമേരിക്കയിലൊരു സിസ്റ്റം ഉണ്ട്. ഒരു സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ലോബിയിസ്റ്റുകൾ, ഞാൻ ഇന്ന രാജ്യത്തിൻ്റെ ഏജൻ്റാണ് എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യുക അവിടെ. അപ്പോൾ അങ്ങനെ ഏജൻറ്റ് രജിസ്റ്റർ ചെയ്താൽ മതി. ഞാൻ എന്നെ രാജ്യത്തിൻ്റെ ഏജൻ്റാന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്ത ആളുകൾ ഉണ്ടാവും, അവരോട് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുപ്പിച്ചാലും മതി.
ഇവരുടെ പേരിലുള്ള ഒരു കേസ് തന്നെ ഇപ്പോൾ ബ്രൂക്ലിൻ കോടതിയിലുള്ളത്. ഇവർക്ക് വേണമെങ്കിൽ ഫോറിൻ ഏജൻ്റായിട്ട് രജിസ്റ്റർ ചെയ്യാമായിരുന്നു, അതിവർ ചെയ്തില്ല എന്ന് മറ്റേ അപ്പോൾ പിന്നെ ഇതുപോലെ തന്ത്രപ്രധാനമായ കീ പോസ്റ്റുകൾ ഇരിക്കാൻ പറ്റില്ല. അവർക്ക് ആ ഏജൻ്റായിട്ട് തരാപ്പാര വഴി കൂടെ നടക്കാം. അത് തന്നെ അതേ പറ്റുള്ളൂ. അപ്പോൾ വിസ തട്ടിപ്പ്, പണം വെട്ടിപ്പ് 2020 കോവിഡ് കാലത്ത് ചൈനയിലെ ഉദ്യോഗസ്ഥർക്ക് ന്യൂയോർക്കിലെ നേതാക്കളെയൊക്കെ കാണാനുള്ള സൗകര്യം ഇവർ ഒരുക്കിയിരുന്നു, വേണ്ടതിലധികം. 2019 തായ്വാൻ പ്രസിഡന്റ് സാങ് വെൻ ന്യൂയോർക്കിലെത്തിയപ്പോൾ ഇവർക്ക് ന്യൂയോർക്കിലെ ഗവർണറെയൊക്കെ കാണാനുള്ള അവസരം ഒരുക്കിയില്ല. മാത്രമല്ല, ഈ തായ്വാനെതിരായി പ്രക്ഷോഭം അവിടെ നടന്നു ഈ പ്രസിഡന്റ് വരുമ്പോൾ. ആ പ്രക്ഷോഭത്തിൽ ലിൻഡാസൺ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ലിൻഡാസൺ ആ പദവിയിൽ തുടർന്നു, വേണ്ടപ്പെട്ട ആളായിട്ട് തുടർന്നുകൊണ്ടിരുന്നു അവര്. 2021 ജനുവരി വരെ ഇവർ പുറകിൽ നിന്നാണ് കളിച്ചുകൊണ്ടിരുന്നത് അധികവും. പക്ഷെ ന്യൂയോർക്ക് ഗവർണറേറ്റിലേക്ക് വരുന്നുകൊണ്ടിരിക്കുന്ന പലതും ഗവർണർക്ക് പറയാനുണ്ടാവുമല്ലോ, പരസ്യമായിട്ടും പ്രസ്താവനകൾ വഴിയും. അതിലൊക്കെ ഇവർ ഉയ്ഗർ മുസ്ലിങ്ങളെ പറ്റി പരാമർശങ്ങൾ വന്നാൽ അത് നീക്കം ചെയ്തുകൊണ്ടിരുന്നു. ഈ സ്പീച്ച് റൈറ്റേഴ്സിൻ്റെ, ഗവർണറുടെ സ്പീച്ച് റൈറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ പോകും, എന്നിട്ട് കരട് നോക്കും, കരട് പ്രസംഗം. അതിലിങ്ങനെ ചൈനയ്ക്കെതിരെയുള്ള പരാമർശമോ ഉയ്ഗർ മുസ്ലിങ്ങളെ ചൈന മൊത്തം തകർത്ത് കൊന്നു കൊലവിളിച്ച് അവരുടെ പള്ളിയൊക്കെ പൊളിച്ച് വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പണ്ടത്തെ ഉപഗ്രഹ ചിത്രവും ഇപ്പോഴത്തെ ഉപഗ്രഹ ചിത്രവും നമുക്ക് കിട്ടും. ഇപ്പം മൈതാനം പോലെ കിടക്കുക ആ പള്ളിയൊക്കെ ഇരുന്ന സ്ഥലമൊക്കെ. അപ്പോൾ അതൊക്കെ ഇവർ നീക്കിക്കളയും, ഈ കരട് പ്രസംഗം നോക്കും. എന്നിട്ട് ഇങ്ങനത്തെ ഇതൊന്ന് നീക്കിക്കളഞ്ഞേക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഈ ലൂണാർ ന്യൂ ഇയർ, ചൈനയുടെ പുതുവർഷം, അത് വേറെയാണല്ലോ, നമ്മുടെ ചാന്ദ്രമാസമാണ്. ആ ചാന്ദ്രമാസം. അപ്പോൾ ലൂണാർ ന്യൂ ഇയറിന് ഒരു വീഡിയോ ഈ ന്യൂയോർക്ക് ഗവർണറെ കൊണ്ട് ചെയ്യിച്ചു കൊടുക്കണമെന്ന് ലിൻഡാസണിനോട് ചൈനീസ് ഗവൺമെൻറ് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് ഗവർണർ പറയേണ്ടത് എന്ന് അങ്ങോട്ട് ലിൻഡാസൺ ചോദിച്ചിരുന്നു ചൈനീസ് സർക്കാരിനോട്. രാഷ്ട്രീയമൊന്നും വേണ്ട വലുതായിട്ട്, പുതുവത്സര ആശംസയും സാഹോദര്യവും സൗഹൃദവും സഹകരണമൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനൊരു വീഡിയോ എന്നിട്ട് ഗവർണറെ കൊണ്ട് ചെയ്യിച്ച് ചൈനയ്ക്ക് കൊടുത്തു. ചൈന അവിടെ ഗംഭീരമായിട്ടത് ചൈനയിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഹോച്ചൽ എന്ന് പറഞ്ഞ ഗവർണറുടെ പ്രസംഗത്തിൻ്റെ ഈ നോട്ടൊക്കെയാണ് ഇവർ പരിശോധിച്ച് ഈ ഉയ്ഗറുമൊക്കെ നീക്കിക്കൊണ്ടിരുന്നത്. 2023 ന്യൂയോർക്ക് തൊഴിൽ വകുപ്പിൽ ഇവർ പോയിട്ട് ആണ് ഈ പുതുവത്സര ആശംസകളൊക്കെ ശരിയാക്കിപ്പിച്ച് കൊടുത്തത്. US ഇവർ ചെയ്യുന്നത് ചൈനക്കാർക്ക് വ്യാജ ക്ഷണക്കത്തുകളൊക്കെ അയക്കും. ഇന്ന പരിപാടിക്ക് വരൂ, ഇന്ന പരിപാടിക്കൊക്കെ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ന്യൂയോർക്ക് ഗവർണർ ക്ഷണിക്കുന്നതായിരിക്കില്ല, ഇവർ തന്നെത്താനെ ക്ഷണിക്കുകയാണ് ഈ ലെറ്റർ പാഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരു തവണ ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ചൈനീസ് സംഘത്തിൽ കൂടുതലായിട്ട് ഇവരൊരു വ്യാജ ജോലിക്കത്ത്, ഇവിടെ ജോലി കിട്ടി എന്ന് പറഞ്ഞ് തയ്യാറാക്കി അങ്ങോട്ട് അയച്ചു കൊടുത്ത് ഒരാളെ അക്കോമഡേറ്റ് ചെയ്തതായിട്ടും കണ്ടുപിടിച്ചു. ഒരാളെ കൂടെ ഉൾപ്പെടുത്തി ഏഷ്യൻ അമേരിക്കൻ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവർക്ക് ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങൾ ചൈനീസ് ചൈനയിലേക്കുള്ള യാത്രകൾ ധാരാളം ചെയ്യുന്നുണ്ട്. ഷോകൾക്ക് ടിക്കറ്റ്, മേളകൾക്ക് ടിക്കറ്റ്, കായിക മേളകൾക്ക് ടിക്കറ്റ്. ചൈനയിൽ ഒരു ബന്ധുവിന്, ഒരു കസിന് ലിൻഡാസണിൻ്റെ ജോലി ചൈനീസ് സർക്കാർ കൊടുത്തിട്ടുണ്ട് ഇവരുടെ ശുപാർശയിൽ. അതിന് പുറമെയാണ് ഈ മറ്റേ നാൻജിങ് താറാവുകളുടെ വരം. ഏതായാലും താറാവും കാശും കാറും ഒക്കെ ആയിട്ട് നമ്മുടെ സുന്ദരി സുഖമായി അമേരിക്കയുടെ കാര്യങ്ങൾ ചോർത്തി. അമേരിക്ക അപ്പോഴും സുഖമായ ആലസ്യത്തോടെ ഞാൻ ലോകം മുഴുവൻ എൻ്റെ കാൽക്കീഴിലാണ്, എൻ്റെ ദൃഷ്ടിയിൽ പതിയാത്ത ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് അമേരിക്കയുടെ മൂട്ടി എന്ന് വാർത്തകൾ പോയിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന വലിയ ശക്തി എത്രമാത്രം വൾണറബിളാണ്.
അതെ, നമ്മളും സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ചൈനീസ് ആപ്പുകളൊക്കെ നിരോധിക്കുന്നൊക്കെ ഉണ്ട്. അല്ല, നമുക്ക് സൂക്ഷിക്കാനായിട്ട് അല്ല, നമ്മൾ എത്ര സൂക്ഷിച്ചിട്ടും കാര്യമില്ല. രാഹുൽ ഗാന്ധി ഇല്ലേ ചോർത്തിക്കൊണ്ടു ന്യൂസ് ക്ലിക്ക് നെവിൽ റോയ് സിംഗം എന്ന് പറഞ്ഞിട്ട് അവിടെ ചൈനീസ് പാർട്ടി അംഗമായിരുന്ന ആളല്ലേ അത് ഫണ്ട് ചെയ്തിരുന്നത്. അതെ അതെ. അതിലാണെങ്കിൽ വൃന്ദ കാരാട്ടിൻ്റെ അനന്തരവൻ അതിന് മറ്റേ അമേരിക്കയിലാണ് ഒരു NGO നടത്തുന്നു. പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ വിജയ് പ്രസാദ് എന്ന് പറഞ്ഞ ആള് അനന്തരവൻ വൃന്ദ കാരാട്ടിൻ്റെ, അയാൾക്കും ഈ സോറോസും ഒക്കെ ഫണ്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു NGO ഉണ്ട്. അയാൾ ഈ ന്യൂസ് ക്ലിക്കുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ന്യൂസ് ക്ലിക്കിൽ സ്ഥിരമായിട്ട് എഴുതുന്നുണ്ടായിരുന്നു. ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അമേരിക്ക എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആമ്പിള്ളേർ അടിച്ചുകൊണ്ട് പോകും. ആമ്പിള്ളേരല്ല, പെൺപിള്ളേർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.